ഇനി നമുക്ക് ഭക്തിയെക്കുറിച്ച് പറയാം. ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട്. ഭയങ്കര ഭക്തനാണ്. പുള്ളിക്കാരൻ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് പോയി കുളിച്ചിട്ട് വരും. നേരെ പൂജാമുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് നിത്യപ്രാർത്ഥന. നിങ്ങൾ എല്ലാവരും കേൾക്കണം. നിത്യപ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടെന്ന് ശ്രദ്ധിക്കണം. ദൈവമേ, എൻ്റെ മരത്തിൻ്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണേ. ഇതെത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ പുള്ളിക്കാരൻ നേരെ വരും. ഇല്ല, തൂത്ത് വെച്ചേക്കുന്ന ചവറുണ്ടല്ലോ, നേരെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ ചെവിരടിക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കും. എന്നിട്ട് അത് അഥവാ കത്തിയ ഇച്ചിരി വെള്ളം കുടഞ്ഞൊന്ന് അണയ്ക്കും. എന്നിട്ട് പുകയ്ക്കും. പുകച്ചിട്ട് ആ വീട്ടുകാരെ ഈ പുക കൊണ്ടാണ് ഉണർത്തുന്നത്. അതും പോരാഞ്ഞിട്ട് അവിടെ കുറേ പുതിയതായിട്ട് ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിനെ അങ്ങ് കരിക്കുകയും കൂടെ ചെയ്യും. ഇത് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചേ, എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങൾ എന്തിനാ രാവിലെ എണീറ്റ് ഈ വിളക്ക് കത്തിച്ച് നിത്യപ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്? എന്നിട്ട് നിങ്ങൾ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത്? ഈ മനുഷ്യൻ എന്നോട് പറയാ, കൊച്ചേ, നീ ഞാൻ പ്രാർത്ഥിച്ചത് ചൊവ്വേ നേരെ കേട്ടോ? ഞാൻ പറഞ്ഞു, കേട്ടല്ലോ. എൻ്റെ മരത്തിൻ്റെ ഇല പോലും അന്യർക്ക് ദോഷമായി ഭവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞ, അതെ, എൻ്റെ മരത്തിൻ്റെ ഇല ഭവിക്കരുതെന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ആ വീണത് മൊത്തം അവൻ്റെ പറമ്പിൽ നിന്ന പ്ലാവിൻ്റെ ഇലയായിരുന്നു. അതാണ് ഞാൻ അവിടെ കൊണ്ടിട്ട് കത്തിച്ചത്.